Friends, welcome to research methodology. Today, we are going to discuss about business research. See friends, success of business in a globalized and a privatized economy depends on its ability of beating competition. And for beating competition, business requires innovative ideas, innovative products, innovative programs and innovative strategies. In order to develop this type of innovative ideas, products, programs, etc., business conduct research, and that research is called business research. So in short, business research is a research that conducted for business purpose or managerial purpose. More specifically, business research is a systematic and scientific investigation that helps to solve various business problems and to contribute to management knowledge. Business research എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is a systematic and scientific investigation. ശാസ്ത്രീയമായതും ക്രമാനുഗതവുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. And what is its purpose? അതിന്റെ ലക്ഷ്യം എന്താണ്? To help the management to solve various business problems and to contribute to management knowledge. ഒരു ബിസിനസ് ഫേസ് ചെയ്യുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുകയും ഒപ്പം തന്നെ മാനേജ്മെന്റ് നോളജിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബിസിനസ് ഫേസ് ചെയ്യുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ മാനേജ്മെന്റ് നോളജ് വർദ്ധിപ്പിക്കുന്നതിനുമായി ഒരു ബിസിനസ് നടത്തുന്ന റിസർച്ച് ആണ് എന്ത്? ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ ദീസ് ബിസിനസ് റിസർച്ച് management collects various vital informations regarding the internal systems of the management and the external systems of the management and use that information to increase sales and profit. ഇവിടെ അതായത് ബിസിനസ് റിസർച്ചിൽ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്? റിസർച്ച് നടത്തി ബിസിനസിന്റെ ആന്തരിക സംവിധാനങ്ങളെ കുറിച്ചും ബാഹ്യമായ സംവിധാനങ്ങളെ കുറിച്ചും ഒക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് സ്ഥാപനത്തിന്റെ സെയിൽസ് വർദ്ധിപ്പിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്കോപ്പ് ഓഫ് ബിസിനസ് റിസർച്ച്. എ ബിസിനസ് ഹാസ് ടു കണ്ടക്ട് research on various functional areas in order to increase the efficiency and the effectiveness of business decision making. That itself point out the scope of business research. See here, the scope of business research in each of the functional areas. First point is production management. That is scope of business research in production. Here, we try to develop new methods and better methods of production, new ways for reducing the cost, new ways for improving the quality, new techniques for simplifying the procedure of production, etc. ഒരു പ്രൊഡക്ഷൻ റിസർച്ചിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടി പരിശ്രമിക്കാം? പുതിയ കൂടുതൽ കാര്യക്ഷമമായ പ്രൊഡക്ഷൻ പ്രോസസ്സുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാവാം, ചെലവ് കുറഞ്ഞ രീതിയിൽ ക്വാളിറ്റി കൂടിയ രീതിയിൽ എങ്ങനെ പ്രൊഡക്ഷൻ നടത്താം എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാവാം, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാവാം. സോ ദ റിസർച്ച് സബ്ജക്ട്സ് അണ്ടർ പ്രൊഡക്ഷൻ മേ ബി റിസർച്ച് ഓൺ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, റിസർച്ച് ഓൺ ഇന്നോവേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്, റിസർച്ച് ഓൺ ഇന്നോവേഷൻ ഓഫ് പ്രൊഡക്റ്റ്, റിസർച്ച് ഇൻ ന്യൂ ടെക്നോളജി എക്സെട്ര. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ഷൻ റിസർച്ചിൽ നമ്മൾ സെലക്ട് ചെയ്യാവുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെ ആകാമെന്ന് പറയുന്നു? അത് പുതിയ പ്രൊഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള റിസർച്ച് ആവാം, അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള റിസർച്ച് ആവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആവാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചുകളൊക്കെ ആവാം. And the second comes personal management. Research in personal management is very important. Why it is important? Because the human element in any organization is complex. ഏതൊരു ഓർഗനൈസേഷനിലും ഹ്യൂമൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോംപ്ലക്സ് ആണ്. കാരണം അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ
പേഴ്സണൽ മാനേജ്മെന്റിലുള്ള റിസർച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. And here we are trying to place right person on the right job and give proper training and motivation in order to develop professionalism and get significant contribution to the organization. ശരിയായ വ്യക്തികളെ ശരിയായ പോസ്റ്റുകളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് അവർക്ക് ശരിയാവണ്ണമുള്ള ട്രെയിനിങ് നൽകി മോട്ടിവേഷൻ നൽകി നല്ല പ്രൊഫഷണൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് സ്ഥാപനത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പേഴ്സണൽ മാനേജ്മെന്റിന്റെ റിസർച്ചിന്റെ ലക്ഷ്യമായി പറയുന്നത്. സ്പെസിഫിക് സബ്ജക്ട്സ് മേ ബി റിസർച്ച് ഓൺ ജോബ് ഡിസൈൻ, ജോബ് ഡിസൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജോബ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആവാം. റിസർച്ച് ഓൺ മോട്ടിവേഷൻ, എങ്ങനെ കാര്യക്ഷമമായി തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള റിസർച്ച് ആവാം. റിസർച്ച് ഓൺ റെമ്യൂണറേഷൻ, അതായത് റെമ്യൂണറേഷൻ പാക്കേജിനെ സംബന്ധിച്ചുള്ള റിസർച്ച് ആവാം. റിസർച്ച് ഓൺ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്, എങ്ങനെ കാര്യക്ഷമമായി നമുക്ക് പേഴ്സണൽസിനെ റിക്രൂട്ട് ചെയ്യാം, അവരെ സെലക്ട് ചെയ്യാം, അവരെ പ്ലേസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള റിസർച്ചുകളൊക്കെ ഇവിടെ വരുമെന്ന് പറയുന്നു, പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നു. And the third point is marketing management. Scope of business research in marketing management. Here, the aim is developing new marketing policies, procedures and strategies. ബിസിനസ്സിന് പുതിയ മാർക്കറ്റിംഗ് നയങ്ങൾ, തന്ത്രങ്ങൾ, പ്രൊസീജിയറുകൾ, മാർക്കറ്റിംഗ് മിക്സുകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ മാർക്കറ്റിംഗിലെ റിസർച്ച് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. And the subjects may be research on market, size of market, nature of market. മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള റിസർച്ച് ആവാം. എത്രമാത്രം ഡിമാൻഡ് ഉണ്ട്, ആ ഡിമാൻഡിന്റെ ഒരു നേച്ചർ എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് റിസർച്ച് നടത്താം. കൺസ്യൂമർ ബിഹേവിയർ, റിസർച്ച് ഓൺ കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച്, ഉപഭോക്താക്കളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് റിസർച്ച് നടത്താം. പ്രൊഡക്റ്റ് മിക്സ്, റിസർച്ച് ഓൺ പ്രൊഡക്റ്റ് മിക്സ്, ഏതൊക്കെ പ്രൊഡക്റ്റുകളുടെ കോമ്പിനേഷൻ വേണം നമ്മളുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ, അതിനെ സംബന്ധിച്ചുള്ള റിസർച്ചുകൾ നടത്താം. അഡ്വർടൈസിങ്ങിനെ സംബന്ധിച്ചുള്ള റിസർച്ചുകൾ നടത്താം. ഇതൊക്കെ ഏതിൽ വരുന്നു, മാർക്കറ്റിംഗ് റിസർച്ചിൽ വരുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് റിസർച്ചിൽ വരുന്നു. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് കംസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇറ്റ് കവേഴ്സ് റിസർച്ച് ഓൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, ദാറ്റ് ഈസ് operational financial aspects and investment decisions. ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന രണ്ട് ഏരിയകളാണ്. ദാറ്റ് ഈസ് ഓപ്പറേഷണൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, ഒരു സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള റിസർച്ച്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ സംബന്ധിച്ചുള്ള റിസർച്ചുകൾ. ആൻഡ് സബ്ജക്ട്സ് മേ ബി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എത്രമാത്രം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള റിസർച്ച് ആവാം. ആൻഡ് റിസർച്ച് ഓൺ ക്യാപിറ്റൽ റേസിംഗ് ആൻഡ് റേഷനിങ്, എവിടെ നിന്നൊക്കെ നമുക്ക് ക്യാപിറ്റല് ലാഭകരമായി ചെലവ് കുറഞ്ഞ രീതിയിൽ റേസ് ചെയ്യാം, അത് എങ്ങനെ ഓരോരോ പ്രൊജക്റ്റുകൾക്കായി വീതം വെച്ചു കൊടുക്കാം, ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകളും ആവാം. ആൻഡ് ദ ഫിഫ്ത്ത് ഏരിയ ഈസ് മെറ്റീരിയൽ മാനേജ്മെന്റ്. See here, when we check the total cost of production, we can find out that a big percentage of that total cost of production is coming from material. So research on material is very important. നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലൊരു വലിയ പെർസെന്റേജ് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിനെ സംബന്ധിച്ചുള്ള റിസർച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ സബ്ജക്ട് വരാം? വാട്ട് ആർ ദ സബ്ജക്ട്സ് ഇറ്റ് മേ കവർ? ദ ഫസ്റ്റ് വൺ ഈസ് റിസർച്ച് ഓൺ മേക്ക് ഓർ ബൈ. ഏതെങ്കിലും ഒരു കമ്പോണന്റ്, ഒരു മെറ്റീരിയല് നമ്മളുടെ ഫാക്ടറിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമോ അതോ പുറമേ നിന്ന് വാങ്ങണമോ, അതിനെ സംബന്ധിച്ചുള്ള പഠനമാവാം. ആൻഡ് ദ റിസർച്ച് ഓൺ ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള റിസർച്ച് ആവാം. ആൻഡ് റിസർച്ച് ഓൺ ചൂസിംഗ് ദ സപ്ലയർ, ഏത് സപ്ലയറിൽ നിന്ന് നമ്മൾ ഈ മെറ്റീരിയൽ സ്വീകരിക്കണം അല്ലെങ്കിൽ വാങ്ങണം എന്നതിനെ സംബന്ധിച്ചുള്ള റിസർച്ചും ആവാം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ജനറൽ മാനേജ്മെന്റ്. We have to conduct research on general management also. This is very important.
അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഡയറക്ഷൻ ടു ദ എൻറ്റയർ ഓർഗനൈസേഷൻ. നമ്മളുടെ ഓർഗനൈസേഷന് കൃത്യമായ ഒരു ഡയറക്ഷൻ നൽകുന്നത് ഈ ജനറൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ അവിടുത്തെ റിസർച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇറ്റ് കവേഴ്സ് ദ ഏരിയാസ് റിസർച്ച് ഓൺ ഡെവലപ്പിംഗ് വേരിയസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡെവലപ്പിംഗ് ഗോൾസ്, വിഷൻസ്, മിഷൻസ് ആൻഡ് ഡെവലപ്പിംഗ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് എക്സെട്ര. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വ്യത്യസ്തമായ പ്രവർത്തന സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി, അതിന്റെ വിഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, മിഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ തന്നെ നമുക്ക് റിസർച്ച് നടത്താം. അത് എവിടെ വരുന്നു? ജനറൽ മാനേജ്മെന്റിൽ വരുന്നു. സോ ദാറ്റ് മച്ച് അബൌട്ട് ദി സ്കോപ്പ് ഓഫ് ബിസിനസ് റിസർച്ച്. Friends, now let us discuss our next topic, that is research problem. We all know that the initial step of any research is identifying and defining research problem. So what is the meaning of a problem? What is the meaning of a research problem? Problem simply means an issue or a question that need to be examined. പഠിക്കപ്പെടേണ്ടുന്നതായ, വിശകലനം ചെയ്ത് പരിഹാരം കാണപ്പെടേണ്ടുന്നതായ ഒരു വിഷയമാവാം, ഒരു ചോദ്യമാവാം പ്രോബ്ലം എന്ന് പറയുന്നത്. So what is research problem? It may be an issue or it may be a question that the researcher may experience or observe in the context of theoretical or practical situation. Theoretical situationല്ലോ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലോ ഒരു റിസർച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന, വിശകലനം ചെയ്യപ്പെടേണ്ടുന്നതായ, പരിഹാരം കാണപ്പെടേണ്ടുന്നതായ ഒരു വിഷയമാവാം, ഒരു ചോദ്യമാവാം എന്തെന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. Then why we need to define research problem? What is the importance of defining research problem? See these points explains the need of defining research problem. The first point is it sets direction. Yes, a well-defined problem sets the direction of our research process. നമ്മളുടെ റിസർച്ച് പ്രോസസ് ഏത് മാർഗത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലൂടെയാണ് മുന്നേറേണ്ടത് എന്ന് കൃത്യമായി പറയും. ഇത് ഒരു വെൽ-ഡിഫൈൻഡ് പ്രോബ്ലം. And the second point is it specifies variables. A well-defined research problem specifies variables within which we conduct our research. നമ്മളുടെ റിസർച്ച് ഏതൊക്കെ വേരിയബിൾസിനെ പരിഗണിച്ച് വേണം നടത്തേണ്ടത് എന്ന് കൃത്യമായി പറയും ഒരു റിസർച്ച് പ്രോബ്ലം. And the third point is it reveals methodology. Yes, a problem suggests or reveals the research methodology which a researcher need to select. ഒരു റിസർച്ച് പ്രോബ്ലം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലം സജസ്റ്റ് ചെയ്യും എന്ത്, ഏത് തരത്തിലുള്ള ഒരു റിസർച്ച് മെത്തഡോളജി വേണം നമ്മളുടെ റിസർച്ച് നമ്മൾ ഫോളോ ചെയ്യാനെന്ന്. And the last point is it makes practicable. A well-defined problem makes research practicable. റിസർച്ചിനെ പ്രാക്ടിക്കബിൾ ആക്കാൻ, പ്രായോഗികമായി നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്ത്, കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നു. So that is the need of defining research problem. Then next comes to what are the requisites of an ideal research problem. The first point is clear and unambiguous. Research problem should be stated clearly and unambiguously in the question form. Research problem വളരെ സുവ്യക്തമായ രീതിയിൽ, ആശയക്കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ നിർവചിക്കപ്പെട്ടിരിക്കണം. ഏത് ഫോമിലാണ് അത് നിർവചിക്കേണ്ടത്? ക്വസ്റ്റ്യൻ ഫോമിലാണെന്നാണ് പറയുന്നത്. ഒരു ചോദ്യമായിട്ട് വേണം അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. And the second element is logical and systematic. Research problem should define in logical way and it should be systematic. Research problem യുക്തിപരമായി നിർവചിക്കപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഇത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, that problem should facilitate
a systematic study or a step by step study. അതായത് ഈ റിസർച്ച് പ്രോബ്ലം റിസർച്ചറിനെ എന്തിനു സഹായിക്കണം? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിനെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പഠനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് പറയും. And the third element is relation between variables expressed. Yes, a research problem should explain the relationship between variables that need to be studied in our research. നമ്മുടെ റിസർച്ചിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, അതിന്റെ റിലേഷൻഷിപ്സ് എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കണം ഒരു റിസർച്ച് പ്രോബ്ലത്തില്. And the fourth essential element is empirical verification. A research problem should facilitate empirical testing. ഒരു റിസർച്ച് പ്രോബ്ലം എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം? എംപിരിക്കൽ ടെസ്റ്റിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താ എംപിരിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് മീൻസ് ടെസ്റ്റിംഗ് ഓഫ് ദി റിലേഷൻഷിപ്പ് ഓഫ് ദ വേരിയബിൾസ് ആൻഡ് മെഷറിംഗ് ദാറ്റ് റിലേഷൻഷിപ്പ്. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കണം, ഇനി ആ റിലേഷൻഷിപ്പിനെ മെഷർ ചെയ്യാനും സാധിക്കണം. അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? എംപിരിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. The fifth essential element of a research problem is novelty. It should be new, it should be novel. പുതുമ നിറഞ്ഞതായിരിക്കണം. ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ. അതായത് അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ റിസർച്ച് പ്രോബ്ലം ഒറിജിനൽ ആയിരിക്കണം. There should not be any duplication. അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. It does not mean that we can select any subject that already studied by someone else. We can select that subject but in a different direction or a dimension. അതിന്റെ അർത്ഥം മറ്റാരെങ്കിലും പഠന വിധേയമാക്കിയ വിഷയങ്ങൾ വീണ്ടും പഠിക്കാൻ പാടില്ല എന്നുള്ളതല്ല, റിസർച്ച് നടത്താൻ പാടില്ല എന്നുള്ളതല്ല. നമുക്ക് റിസർച്ച് നടത്താം, പക്ഷെ ഒരു വ്യത്യസ്തമായ ഡയറക്ഷനിലാവണം, ഡയമെൻഷനിലാവണം എന്ന് പറയുന്നു. The sixth element is interesting. It should be interesting to the researcher. Then he will be ready to face the challenges or the risk in the process of research. ആ ഒരു സബ്ജക്റ്റ്, ആ റിസർച്ച് പ്രോബ്ലം റിസർച്ചർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ, താല്പര്യമുള്ളതാണെങ്കിൽ, റിസർച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷമതകൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് ഒരു വലിയ താല്പര്യം ഉണ്ടാകും എന്ന് പറയുന്നു. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻസ്. റിസർച്ച് പ്രോബ്ലം ഷുഡ് ബി ഇമ്പോർട്ടന്റ് ഇൻ any ways or in significant in any of the ways. Sometimes it may contribute something to the existing knowledge. Sometimes it may modify existing practices. Sometimes it may improve the living of the people. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രാധാന്യമുള്ള വിഷയമാവണം നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിലവിലുള്ള അറിവുകളുടെ കൂട്ടത്തിൽ ഒരു പുതിയ അറിവ് ആഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിലവിലെ നമ്മളുടെ പ്രാക്ടീസുകൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ ഫലപ്രദമായി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൂടുതൽ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നതാവാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള ഒരു വിഷയമായിരിക്കണം റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നു. സോ ദീസ് ആർ ദി റിക്വിസിറ്റ്സ് ഓഫ് എ റിസർച്ച് പ്രോബ്ലം ഓർ an ideal research problem. Next portion is sources of research problem. Where from a researcher gets a research problem. എവിടെ നിന്നാണ് ഒരു റിസർച്ചർക്ക് റിസർച്ച് പ്രോബ്ലം കണ്ടെത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്? There are mainly three sources. First source is contemporary interest, second one is own interest, and the third one is gaps in the field. Consider the first point, that is contemporary interest. A researcher may experience or go through some burning issues of the society. If he is interested in that issue, then he can select that issue as his research subject or research problem. ഒരു റിസർച്ചർ അയാളുടെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം. അപ്പൊ ആ പ്രശ്നങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയത്തിനെ എന്തായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും? റിസർച്ച് പ്രോബ്ലമായി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സേ ഫോർ എക്സാമ്പിൾ, എ റിസർച്ചർ ഒബ്സർവ്സ് ദാറ്റ് ദർ ഈസ് ആൻ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ഡൗറി ഡെത്ത്സ് ഓർ സൂയിസൈഡ്സ്. Then
If he is interested, then he can select that subject as a research problem. അപ്പോൾ ഒരു റിസർച്ചർ ഒബ്സർവ് ചെയ്യുകയാണ്, സമൂഹത്തിന്റെ ഇടയിൽ ഡൗറി ഡെത്തിന്റെ നമ്പർ കൂടി വരുന്നു, അല്ലെങ്കിൽ സൂയിസൈഡിന്റെ നമ്പർ കൂടി വരുന്നു. അങ്ങനെ കൂടി വരുന്നതായി കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വിഷയത്തിനെ റിസർച്ച് പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, കണ്ടംപററി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇഷ്യൂസ്, ദ ബേണിംഗ് ഇഷ്യൂസ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി can be selected as the research problem. And the second one is own interest. Researcher may have some interest in some field, then he can select any of the aspects of that subject as the research problem. ഇപ്പോൾ റിസർച്ചറിന് താല്പര്യമുള്ള ചില മേഖലകൾ ഉണ്ടാവും. ആ മേഖലകളിലെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് പഠനം നടത്താം. അതിനാണ് ഇവിടെ ഓൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, എ മ്യൂസീഷ്യൻ ക്യാൻ കണ്ടക്ട് ദ റിസർച്ച് ഓൺ എനി ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് ദ മ്യൂസിക്. മ്യൂസിക്കിന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് ഒരു മ്യൂസീഷ്യന് റിസർച്ച് നടത്താൻ സാധിക്കും. എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കണ്ടക്ട് ദ റിസർച്ച് ഓൺ അഡ്മിനിസ്ട്രേഷൻ. ഇനി അഡ്മിനിസ്ട്രേഷനിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേഷന്റെ ഏതെങ്കിലും വശത്തിനെ കുറിച്ച് റിസർച്ച് നടത്താം. അതാണ് ഇവിടെ പറയുന്നത് ഓൺ ഇൻട്രസ്റ്റ്. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഏതെങ്കിലും ഒരു ആസ്പെക്ട് എടുക്കുക. And the third one is gaps in the field. The researcher, if the researcher may find some gaps or unexplored areas in his specialized areas, then the researcher can select that subject as his research problem. ഇപ്പോൾ ഓരോ റിസർച്ചർക്കും സ്പെഷ്യലൈസ് ചെയ്ത ചില മേഖലകൾ ഉണ്ടാവും. റിസർച്ചർ സ്പെഷ്യലൈസ് ചെയ്ത ചില മേഖലകൾ ഉണ്ടാവും. ആ മേഖലകളിൽ മറ്റാരും കൈവെക്കാത്ത, എക്സ്പ്ലോർ ചെയ്യാത്ത ചില വിഷയങ്ങൾ ഒരു റിസർച്ചർക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ആ തിയറികളിൽ അല്ലെങ്കിൽ ആ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു ഗ്യാപ്പ് കണ്ടെത്തുകയാണ് റിസർച്ചർ. അങ്ങനെ ഗ്യാപ്പ് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് ആസ്പെക്റ്റുകൾ കണ്ടെത്തിയാൽ അതിനെ ഒരു റിസർച്ച് പ്രോബ്ലമായി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ ഗ്യാപ്സ് ഇൻ ദ ഫീൽഡ്. ഇഫ് എ റിസർച്ചർ ഫൈൻഡ്സ് എനി ഗ്യാപ്പ് or an unexplored aspects of his specialized area, then that aspects or that issues can be selected as the research problem, that is called gaps in the field. What are the steps for defining a research problem? A researcher has to follow 5 steps for defining a research problem. First step is stating the problem in a general way. As in the first step, researcher has to state the research problem in general terms, either in scientific way or in practical way or in intellectual way. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ റിസർച്ചർ റിസർച്ച് പ്രോബ്ലത്തിനെ സയന്റിഫിക് വ്യൂവില്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ വ്യൂവില്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വ്യൂവില് ജനറൽ ആയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യുക, പൊതുവായി ഒന്ന് അവതരിപ്പിക്കുക. And for that, first of all, he understands the various aspects, various dimensions of the problem. Then he can himself state the problem, or he can seek the help of a guide. അപ്പോൾ അതിനുവേണ്ടി റിസർച്ചർ എന്ത് ചെയ്യണം? ആദ്യമായി ആ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെ മനസ്സിലാക്കുക. എന്നിട്ട് സ്വയമേവ തന്നെ ആ പ്രോബ്ലത്തിനെ ജനറൽ ടേംസിൽ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഗൈഡിന്റെ സഹായം തേടുകയും ചെയ്യാമെന്ന് പറയുന്നു. So that is the first step. And come to the second step, understanding the nature of the problem. Once we state our problem in general terms, under the second step, the researcher is trying to understand the origin and the nature of the problem. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ റിസർച്ചർ എന്താ ചെയ്യുന്നത്? പ്രോബ്ലത്തിന്റെ ഒരു ഒറിജിൻ എന്താണ്, അതിന്റെ ഒരു നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. And for that he makes detailed discussion with the persons who raise this problem, or he can consider all elements that he take for defining the problem in general terms. അപ്പോൾ അതിനു വേണ്ടി റിസർച്ചർ എന്ത് ചെയ്യണം? ഒന്നുകിൽ
അങ്ങനെ ഒരു പ്രോബ്ലത്തിനെ റേസ് ചെയ്ത വ്യക്തികൾ ഉണ്ടാവും, ഉയർത്തിയ വ്യക്തികൾ ഉണ്ടാവും. അവരുമായി വിശദമായ ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുക. അല്ല, ആ പ്രശ്നം ഈ റിസർച്ചർ തന്നെ കണ്ടുപിടിച്ചതാണെങ്കിൽ ആ റിസർച്ച് പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് എലമെന്റ്സുകൾ, ഒരുപാട് ഘടകങ്ങളെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടിട്ടുണ്ടാവും. ആ ഘടകങ്ങളെയൊക്കെ ഒന്നുകൂടെ പരിശോധിക്കുക. So that is the second stage, that is understanding the origin and nature of the problem. And then the third step is surveying the available nature. So once we understood the origin and the nature of the problem, then the researcher has to conduct a detailed survey, a detailed study of various type of literature that is connected with our research problem. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ റിസർച്ചർ എന്ത് ചെയ്യണം? ഈ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ലിറ്ററേച്ചറുകളെ കളക്ട് ചെയ്ത് അത് പഠന വിധേയമാക്കണം. ഇറ്റ് മേ ബി കൺസെപ്ച്വൽ ലിറ്ററേച്ചർ ദാറ്റ് ഗീവ്സ് ideas, concepts and theories, or it may be empirical literature that gives details regarding the previous studies or previous surveys. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കൺസെപ്ച്വൽ ലിറ്ററേച്ചറുകൾ പരിശോധിക്കാം, അല്ലെങ്കിൽ എംപിരിക്കൽ ലിറ്ററേച്ചറുകൾ പരിശോധിക്കാം. കൺസെപ്ച്വൽ ലിറ്ററേച്ചർ ഈ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട തിയറികള്, കൺസെപ്റ്റുകള് ഇതൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരും. എംപിരിക്കൽ ലിറ്ററേച്ചറോ ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് നടന്ന പഠനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ തരും. എനിവേ, വി ഹാവ് ടു കണ്ടക്ട് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഓൾ ദീസ് ലിറ്ററേച്ചർ, ആൻഡ് ഫ്രം ദാറ്റ് എ റിസർച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദി ഡാറ്റാസ് അവൈലബിൾ ഫോർ അവർ സ്റ്റഡി ആൻഡ് വാട്ട് ആർ ദ പ്രോബ്ലംസ് വി മേ ഫേസ് ഇൻ അവർ സ്റ്റഡി. അപ്പൊ അങ്ങനെ ഒരു പഠനം നടത്തുന്ന സമയത്ത് റിസർച്ചർക്ക് ഒരു കാര്യം ബോധ്യപ്പെടും: ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റകൾ നമ്മളുടെ റിസർച്ചിന് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമ്മളുടെ റിസർച്ച് പ്രോസസ്സിൽ എന്തെല്ലാം തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം. And the fourth step is developing the ideas through discussions. Okay, once the researcher have made a detailed survey of the literature, then he should make a detailed discussions with experts, with colleagues, with the persons who has in-depth knowledge in the problem, in order to sharpen the ideas of the research. അപ്പോൾ ഈ ലിറ്ററേച്ചറുകളൊക്കെ പഠന വിധേയമാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമ്മളുടെ സഹപ്രവർത്തകരുമായി, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ പരിജ്ഞാനമുള്ള വ്യക്തികളുമായി ഡിസ്കഷൻസിൽ ഏർപ്പെടുക. ഈ പ്രോബ്ലത്തിന്റെ വിവിധങ്ങളായ വശങ്ങളെ കുറിച്ച്. അത് നമ്മളുടെ റിസർച്ച് ഐഡിയകളെ ഷാർപ്പൻ ചെയ്യാൻ സഹായിക്കുമെന്ന് പറയുന്നു. So through the discussions sharpens the ideas of the research. And the last step is rephrasing the research problem. That is the stating the problem in clear terms, and that should be enabled, that should facilitate making workable hypothesis. ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? റിസർച്ച് പ്രോബ്ലത്തിനെ ക്ലിയർ ടേംസിൽ, വ്യക്തമായ ടേംസിൽ ഡിഫൈൻ ചെയ്യുക. എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത്? ആ പ്രോബ്ലം എങ്ങനെ ആയിരിക്കണം എന്നും കൂടെ പറയുന്നു. അവിടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നു: ദാറ്റ് ഷുഡ് ഹെൽപ്പ് ടു മേക്ക് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. നമ്മളുടെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിലായിരിക്കണം ആ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നും പറയുന്നു. സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഫോർ ഡിഫൈനിങ് എ റിസർച്ച് പ്രോബ്ലം. ഗുഡ് ബൈ.